Hi all friends, welcome to MTM Political Talk. അധിക ചുങ്ക അനിശ്ചിതത്വത്തിലൂടെയാണല്ലോ നമ്മൾ കടന്നു പോകുമ്പോൾ ഉപഭോഗം വർദ്ധിപ്പിച്ച് രാജ്യത്തെ വളർച്ചയെ പിന്താങ്ങുക എന്ന ലക്ഷ്യത്തിലൂടെ GST-യിൽ വൻതോതിൽ ഇളവുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ചെലവ് കുറക്കുക, ഉൽപാദനം വർദ്ധിപ്പിക്കുക, സാമ്പത്തിക മേഖലയെ ഉത്തേജിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങൾ ആണ് ഇതിന് പിന്നിൽ. കൃഷി, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നിങ്ങനെ സമസ്ത മേഖലകളിലും നികുതിയുടെ ഗുണം സാധാരണക്കാരന് ലഭിക്കാൻ വേണ്ടിയാണ് സർക്കാർ ഈ പരിഷ്കാരം കൊണ്ടുവന്നിരിക്കുന്നത്. അതിലേക്ക് വിശദമായി വരാം. നമുക്ക് ഇപ്പോൾ 12, 28 സ്ലാബുകൾ ഇനി തീരെ ഉണ്ടായിരിക്കുന്നതല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പുതിയ GST പരിഷ്കാരം സെപ്റ്റംബർ 22 മുതൽ നിലവിൽ വരും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി ഉണ്ടാവുക 5, 18, 40 എന്നിങ്ങനെ 3 സ്ലാബുകളാവും. ഈ 40 എന്നുള്ളത് ആഡംബര വിഭാഗത്തിൽ പെടുന്നതിന്റെ നികുതിയാണ്. അത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവിടെ ചിന്തിക്കേണ്ടതില്ല. അത് ആഡംബര വിഭാഗത്തിന്റെ നികുതിയാണ്. പുതിയ GST ഘടനയിലുള്ളത് ഇനി 40% വരുന്ന ഇത് എന്താണെന്ന് ആദ്യം അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ബാധിക്കുമോ ബാധിക്കില്ലേ എന്ന് ഉറപ്പിക്കാനാണ്. 40% വരുന്നത് കൂടുതൽ വരുന്ന ഐറ്റംസ് ആഡംബര വസ്തുക്കൾ, ആഡംബര വാഹനങ്ങൾ, പിന്നെ പുകയില ഉൽപ്പന്നങ്ങൾ, ലോട്ടറി, ഇതാണ് 40% വരുന്നത്. ഏതായാലും ഈ GST നല്ല ഉദ്ദേശത്തോടെയാണ് കേന്ദ്ര സർക്കാർ അതിന്റെ പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ അത് സാധാരണക്കാരന് അതിന്റെ ഗുണം ലഭിക്കണമെങ്കിൽ ബന്ധപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെന്റും ഒന്നിച്ച് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. കാരണം നമുക്ക് ഇപ്പോൾ 10 രൂപക്ക് ഒരു സോപ്പ് ലഭിക്കുകയാണ് എന്ന് വിചാരിക്കുക. നമ്മുടെ 10 രൂപക്ക് നമുക്ക് മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്നു എന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ 10 രൂപക്ക് നമുക്ക് മാർക്കറ്റിൽ നിന്ന് ലഭിക്കുക. അതിന്റെ എല്ലാ നികുതികളും ഉൾപ്പെടുത്തിയാണ് അതിന്റെ മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്നതിന് പുറത്ത് അച്ചടിച്ചിരിക്കുന്നത്. അത് 10 രൂപയാണ് എന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ നമുക്ക് 10 രൂപക്ക് ആ സോപ്പ് ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനി ആ സോപ്പിന്റെ വില 9.50 ആവുകയാണെങ്കിൽ കമ്പനി 50 പൈസ വീണ്ടും വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അത് 10 രൂപക്ക് തന്നെ ലഭിക്കുകയുള്ളൂ. അതാണ് ഇവിടെ വരുന്ന ഒരു വ്യത്യാസം. അപ്പൊ ആ കമ്പനി വില വർദ്ധിപ്പിക്കാതെ ഇരിക്കുവാൻ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളും സർക്കാരുമായി ബന്ധപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഇതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ഒക്കെ കാര്യമായി അതിൽ പരിശ്രമിക്കേണ്ടതുണ്ട്. എന്നാലാണ് ഇതിന്റെ ഗുണം സാധാരണക്കാരന് ലഭിക്കുകയുള്ളൂ. ഏതായാലും സാധാരണക്കാരന് ഗുണം ലഭിക്കും എന്നത് ഉറപ്പാണ്. കാരണം പലവ്യഞ്ജന സാധനങ്ങളുടെ വിലയിൽ കാര്യമായ കുറവ് വരാൻ പോകുകയാണ്. സെപ്റ്റംബർ 22 മുതലാണ് ഈ തീരുമാനം നടപ്പിലാക്കുക എന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ. സാമ്പത്തിക മേഖലയെ ഉത്തേജിപ്പിക്കുക, ചെലവ് കുറക്കുക, ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്നൊക്കെയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. പലചരക്ക് സാധനങ്ങൾ, ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള മറ്റു വസ്തുക്കൾ വില കുറയുന്നതോടെ ഇടത്തരക്കാർക്ക് നേരിട്ട് ഗുണം ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാർക്കറ്റിൽ സാധനങ്ങൾ വില കുറയുന്നതോടെ കമ്പനികൾ ഉൽപാദനം വർദ്ധിപ്പിക്കും. അതോടെ അവർക്കും കൂടുതൽ മെച്ചം ബിസിനസ് കിട്ടും എന്നാണ് ഇതോടെ മനസ്സിലാക്കുന്നത്. ഏതായാലും ചെലവ് കുറക്കുക, ഉൽപാദനം വർദ്ധിപ്പിക്കുക, സാമ്പത്തിക മേഖലയെ ഉത്തേജിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളാണ് ഇതിന്റെ പിന്നിൽ. എല്ലാ സമസ്ത മേഖലകളിലുള്ളവർക്കും ഇതിന്റെ ഗുണം ലഭിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ഗുണം ലഭിക്കുവാൻ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളൊക്കെ കിണഞ്ഞ് ശ്രമിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച സോപ്പിന്റെ കാര്യത്തിൽ തന്നെ ഒന്നുകൂടി പറയുകയാണെങ്കിൽ 10 രൂപക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാധനം നമുക്ക് ഇനി ലഭിക്കേണ്ടത് 9.50 കമ്പനി 50 പൈസ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ നമുക്കത് 10 രൂപക്ക് തന്നെ ലഭിച്ചുകൊണ്ടിരിക്കും. അതാണ് ഇനി അതുകൊണ്ടാണ് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളും സർക്കാരുമായി ഇതുമായി ബന്ധപ്പെട്ട കച്ചവടവുമായി ബിസിനസ് മേഖലയിലുള്ള ഈ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഇതിൽ കാര്യമായ പരിശ്രമം നടത്തിയാൽ മാത്രമാണ് നമുക്ക് 50 പൈസയുടെ കുറവ് ആ ഒരു ഷോപ്പിംഗ് ലഭിക്കുകയുള്ളൂ. അതാണ് ഇതിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. സർക്കാർ വില കുറച്ചു എന്ന് ഓക്കെ,
നികുതി കുറച്ചു എന്നതൊക്കെ, മറ്റ് ആഡംബര നികുതി കൂട്ടി എന്നതൊക്കെ അത് സാധാരണക്കാരെ ബാധിക്കുന്ന കാര്യവുമല്ല. ഏതായാലും ഈ വില കുറച്ചതിന്റെ ഗുണം ലഭിക്കണമെങ്കിൽ ഈ പറഞ്ഞ ഇടപെടലുകൾ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ നടത്തിയാൽ മാത്രമാണ് GSTയുടെ ഈ ഗുണം, ഈ വർദ്ധിപ്പിച്ച ഈ കുറച്ചതിന്റെ ഗുണം സാധാരണക്കാരന് ലഭിക്കുകയുള്ളൂ. അതാണ് ഈ ഗവൺമെന്റ് ചെയ്ത ഈ നല്ല കാര്യങ്ങൾ, GSTയുടെ ഈ സ്ലാബിലെ മാറ്റങ്ങൾ, ഇതൊക്കെ ഗുണം സാധാരണക്കാരന് ലഭിക്കണമെങ്കിൽ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളൊക്കെ അഹോരാത്രം പണിയെടുക്കേണ്ടതുണ്ട്. കാരണം അകാരണമായി വില വർദ്ധിപ്പിക്കുവാൻ സമ്മതിക്കരുത്. എന്നാൽ മാത്രമാണ് ഇതിന്റെ ഗുണം സാധാരണ ജനങ്ങൾക്ക്, സാധാരണ മാർക്കറ്റിൽ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ സോപ്പിന്റെ കാര്യം എടുത്തെടുത്ത് പറഞ്ഞത്. 10 രൂപക്ക് ലഭിക്കുന്ന സാധനം നമുക്ക് ഇനി 22-ാം തീയതി മുതൽ അത് ലഭിക്കേണ്ടത് 9.50 അത് കമ്പനി 50 പൈസ വീണ്ടും വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കത് 10 രൂപക്ക് തന്നെ ലഭിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഈ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളോ സർക്കാരുകളുമായി ഒക്കെ ബന്ധപ്പെട്ട ഇതുമായി ബിസിനസ് മേഖലയുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ്, വർധനവിനുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളൊക്കെ അഹോരാത്രം പണിയെടുത്താൽ മാത്രമാണ് നമുക്ക് ആ സാധനങ്ങളുടെ വില കുറവ് നമുക്ക് നേരിട്ട് കിട്ടുകയുള്ളൂ. ഏതായാലും ഹോട്ടൽ ബില്ലിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ എന്തായാലും പ്രതീക്ഷിക്കാം. മറ്റുള്ള മേഖലയിൽ, സമസ്ത മേഖലകളിലും മാറ്റങ്ങൾ, വില കുറവിന്റെ ഗുണം സാധാരണക്കാർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. കൂടുതൽ ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം ഡിപ്പാർട്ട്മെന്റുകളുടെ അഹോരാത്രം പണിയെടുക്കേണ്ടതുണ്ട് എന്ന് നേരത്തെ സൂചിപ്പിച്ചത്. തീർച്ചയായും GSTയുടെ ഗുണം സാധാരണക്കാർക്ക് ലഭിക്കുവാൻ ഈ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളൊക്കെ അഹോരാത്രം ജോലി ചെയ്തു കഴിഞ്ഞാൽ സാധാരണക്കാരന് ഇതിന്റെ ഗുണം 22-ാം തീയതി മുതൽ തന്നെ ലഭിച്ചു തുടങ്ങും. ഈ അകാരണമായി ഒരു സാധനത്തിനും വില വർദ്ധിപ്പിക്കുവാൻ കമ്പനികൾക്ക് അനുവാദം കൊടുക്കാതെ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വില വർധനവിൽ നിന്ന് നമുക്ക് ഈ GST ഗവൺമെന്റ് കുറച്ചതിന്റെ ഗുണം നമുക്ക് ലഭിക്കും തീർച്ചയായും. ഏതായാലും ഇതിന്റെ ഒരു ചുരുക്ക വിവരണം മാത്രമാണ് നമ്മൾ ഇവിടെ സൂചിപ്പിച്ചത്. വീഡിയോ നീണ്ടു പോകണ്ട എന്നുള്ള നിലക്ക് ഇത് സാധാരണക്കാരന് എങ്ങനെ ഗുണം കിട്ടും എന്നതിന്റെ ഒരു ഉദാഹരണം, അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ വിവരണം മാത്രമാണ് ഇവിടെ നടത്തിയത്. തീർച്ചയായും ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. താങ്കളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യുവാനും ഉറപ്പിക്കുവാനും അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. വീണ്ടും കണ്ടുമുട്ടും വരെ, വീണ്ടും സന്ധിക്കും വരെ വണക്കം. നന്ദി.